സർക്കാരിനും ഈ ദുരന്ത ബാധിതർക്കും ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് അതിനെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും കളക്ടർ DR മേഘശ്രീക്കുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒരു അനുഭവം, ഇതുവരെയുള്ള ഒരു അനുഭവം ചോദിക്കാം. ഗുഡ് മോർണിംഗ്. വന്ന ഉടനെയുള്ള ഒരു അനുഭവമായിരുന്നു അല്ലേ? ഇതിനു മുൻപേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതോ വന്നപ്പോൾ ഈ അനുഭവം ഉണ്ടായപ്പോൾ പതറിപ്പോയോ? എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? ഡെഫിനറ്റ്ലി ഇത് ആർക്കും ഏതൊരു കളക്ടറിനും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ആ സമയത്തിലെ ഒരു വലിയ ചാലഞ്ചായിട്ടാണ് തോന്നുന്നതും. ഇത്രയും വലിയ ദുരന്തം, ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫസ്റ്റും ആദ്യ സമയത്തിൽ നമുക്ക് മലയാളികളുടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതും, എന്ത് സംഭവിക്കുകയാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഞാനുണ്ട്, ദുരന്തബാധിതരുണ്ട്, സർക്കാരുണ്ട്, എങ്ങനെയാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു വലിയ ചാലഞ്ച് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ വരെ എത്തിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്, വലിയ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. ബിക്കോസ് തുടക്കം നമ്മൾ കൂടുതലായിട്ട് വി കോൺസെൻട്രേറ്റഡ് ഓൺ റെസ്ക്യൂ ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവരുടെ ടെമ്പററി റീഹാബിലിറ്റേഷൻ. ബിക്കോസ് ഇത്രയും ആൾക്കാരും ഇപ്പോഴും വയനാട്ടിലെ പല വാടക വീട്ടിലാണ് പല ആൾക്കാരും അവരെ ഫാമിലീസിനെ കൂടെയാണ്, മറ്റൊരു കുടുംബത്തിനെ കൂടെയാണ്, ഫ്രണ്ട്സിനെ കൂടെയാണ് താമസിച്ച് വരുന്നത്. സോ അവർക്കൊരു ടെമ്പററി റീഹാബിലിറ്റേഷൻ എങ്ങനെ കൊണ്ടുവരിക, അവരുടെ കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോവുക, അവർ ഭക്ഷണ സാധനങ്ങളും എത്തിക്കുന്നതും മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതും. സോ ടെമ്പററി എങ്ങനെ അവർക്ക് റിലീഫ് കൊടുക്കാൻ പറ്റും, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ എഫേർട്സിലേക്ക് നമ്മൾ വന്നു. സോ ഒരു വലിയ ചാലഞ്ചാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നല്ല തീരുമാനങ്ങളും സമയബന്ധിതമായിട്ടുള്ള തീരുമാനങ്ങളും നമുക്ക് കിട്ടിയ ആ ഒരു ലീഡർഷിപ്പ്, ബഹുമാനപ്പെട്ട CMൻ്റെ ലീഡർഷിപ്പ്, ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ, മറ്റുള്ള എല്ലാ മിനിസ്റ്ററും, ഇവിടുത്തെ കേളു മിനിസ്റ്ററിൻ്റെ ഒരു നല്ല ലീഡർഷിപ്പ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ബിക്കോസ് ഉദ്യോഗസ്ഥർക്കും നമുക്ക് ആത്മസ്ഥൈര്യം ഉണ്ടെങ്കിലും എല്ലാം ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നല്ല തീരുമാനങ്ങളും ഏറ്റവും വലുതാണ് ഈ സമയത്തിൽ. അതെ, ഒരു വലിയ പ്രശ്നമാണല്ലേ. ഞങ്ങൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ, നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ പറയും, അവരെ ഇങ്ങനെ അധിവസിപ്പിക്കാം, പുനരധിവസിപ്പിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ ചില ഗവൺമെൻറ്റുകൾ അത് അംഗീകരിച്ചെന്ന് വരില്ല. പക്ഷേ ഗവൺമെൻറ് ഭാഗത്തു നിന്നും അതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ബിക്കോസ് നമ്മളെല്ലാവരും ചെറുപ്പക്കാരാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ജില്ലയുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നതും ഒരു ദുരന്തം വന്നാൽ, എവിടെയെങ്കിലും കേരളത്തിലോ വേറെ എവിടെയെങ്കിലും ഒരു ദുരന്തം വന്നാൽ മാതൃകാപരമായിട്ട് എങ്ങനെയാണ് ആ ദുരന്തം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു മാതൃകയാണ് നമ്മളെ വയനാടിൻ്റെ ചുരൽമല മുണ്ടക്കൈ ദുരന്തം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഒരു ലീഡർഷിപ്പിനെ നമ്മൾ ചെയ്യാൻ സാധിച്ചതും. സോ അവിടെ ഒരു നിൽക്കുമ്പോൾ CM ആണെങ്കിലും പ്രയോറിറ്റിയാണ് എപ്പോഴും. വയനാടിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും എപ്പോഴും പ്രയോറിറ്റി എടുത്തിട്ട് തന്നെ CM തന്നെ പേഴ്സണലി ഇതൊക്കെ കാര്യങ്ങളാണ് എല്ലാം മേൽനോട്ടം വഹിച്ചതും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ആണെങ്കിലും അടക്കടക്ക വയനാട്ടിൽ വന്നിട്ട് റിവ്യൂ ഒക്കെ എടുക്കാറുണ്ട്. കേളു മിനിസ്റ്റർ ആണെങ്കിലും ഇവിടെ തന്നെ സ്ഥലത്തിൻ്റെ മന്ത്രി ആയതുകൊണ്ടും എല്ലാ കാര്യത്തിലും എപ്പോൾ വന്നാലും റീഹാബിലിറ്റേഷൻ്റെ കാര്യം, ടൗൺഷിപ്പിൻ്റെ കാര്യം, ദുരന്തബാധിതരുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ്. നമ്മൾ പറയുന്ന ഇഷ്യൂസൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ തീരുമാനങ്ങളും എസെൻഷ്യൽ ആയിട്ടുള്ള ഗവൺമെൻറ് ഓർഡേഴ്സും നമുക്ക് സമയബന്ധിതമായിട്ട് നമുക്ക് തന്നു. പിന്നെ നമുക്കിവിടെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് കൊടുക്കുന്നതും എല്ലാ കാര്യത്തിലും സീനിയർ ഓഫീസേഴ്സ്, റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, ഓണറബിൾ ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥരും ഒരു നല്ല ഒരു ടീം വർക്ക് ആയിരുന്നു ഇത് കംപ്ലീറ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്നത്തെ ഒരു, എനിക്കറിയാം, ഞാനും ചില ഈ ദുരന്തബാധിതരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാൾ. ആ സമയത്ത് അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടെമ്പർ കൂടുക, അതായത് വിഷമം ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് മാനസിക നില മാറുന്നവരാ. ചിലർ കരയും, ചിലർ ദേഷ്യപ്പെടും, മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇടപെടും. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് അന്ന് കൈകാര്യം ചെയ്തു വന്നത്? ദാറ്റ് വാസ് വെരി ചാലഞ്ചിങ്. ബിക്കോസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളാണ്. സോ എപ്പോഴും അത് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. സോ അവർ പട്ടനെ പറയുവാണെങ്കിലും അവരുടെ വിഷമം കൊണ്ടാണ്. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് കരയൂ, പിന്നെ അവർ തന്നെ പറയൂ. നമുക്ക് എവിടെയാണ് മാഡം പറയേണ്ടത്? സർക്കാർ പറഞ്ഞാൽ നമുക്ക് കളക്ടറാണ്, ഇവിടെ നമ്മളെ മുമ്പിൽ നിൽക്കുന്നത് കളക്ടറാണ്. സോ അതൊക്കെ എല്ലാം സഹിച്ചു പോകണം. ബിക്കോസ് വേറെ ഒരു ഇതില്ല. അവർക്ക് എവിടെയെങ്കിലും പുറത്ത് അവർക്ക് കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു വേദി നമ്മൾ ആക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോഴും 12 മണി മുതൽ 2 മണി വരെ ഞാൻ എല്ലാ ദിവസവും വിസിറ്റേഴ്സിനെ കാണാറുണ്ട്. ദുരന്തബാധിതർ 6 വന്നാലും ആദ്യത്തെ പരിഗണന അവർക്കാണ്. അവരെ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് സമാധാനം പറഞ്ഞിട്ടേ ഞാൻ പുറത്ത് വിടാറുള്ളൂ.
ബിക്കോസ് ദറ്റ്സ് എ പേഴ്സണൽ പ്രോമിസ് ദറ്റ് ഐ മേഡ് ടു മൈസെൽഫ്. ബിക്കോസ് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചു, എത്ര ആൾക്കാരും ഇതിലെ മുഴുവൻ ഫാമിലീസ് വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ മുഴുവൻ ജീവിതം അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടുകളൊക്കെ പോയ ആൾക്കാരുണ്ട്. സോ സ്വാഭാവികമായിട്ട് അവർക്ക് ആ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഇവരൊക്കെ ചില സമയത്ത് ടെമ്പർ ആയിട്ട് അത് ദേഷ്യത്തിലാണ് പുറത്ത് വരാറുള്ളത്. അതിനൊക്കെ എങ്ങനെ മാനേജ്? അതൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്തിലൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെ സമാധാനിപ്പിച്ചിട്ട് അവരുടെ സംസാരിച്ചിട്ടും ചില സമയങ്ങളിൽ ഞാൻ സംസാരിക്കും. പിന്നെ അവർ കുറേ ആൾക്കാരും നമ്മളിങ്ങനെ ആത്മഹത്യ ചെയ്യും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവർ വിടൂല്ല. അവരെത്ര ദേഷ്യപ്പെട്ടാലും അവിടെ നിന്ന് വിടൂല്ല. നീ ഇരിക്കൂ ചേട്ടാ, പിന്നെ നമുക്ക് ചേച്ചി ഇവിടെ ഇരുന്നോളൂ കുറച്ച് സമയം പറഞ്ഞിട്ട് then again I'll call ADM or I'll call Deputy Collector, കുറച്ചും കൂടി അവരടുത്ത് സംസാരിക്കാൻ പറയും. പിന്നെ നമുക്ക് സാറ്റിസ്ഫൈ ആയ ശേഷം മാത്രമേ നമ്മൾ അവരെ വിടാറുള്ളൂ. ചില ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ എന്താണ് എത്ര വൈകിക്കുന്നതോ ഒക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വി ഹാവ് ഡൺ അവർ മാക്സിമം പോസിബിൾ. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതും അവർക്ക് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് കുറേ കൺസൾട്ടേഷൻസ് ഒക്കെ എല്ലാം നടത്തി മുന്നോട്ട് വന്നു.